അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊഴുക്കട്ടയൊക്കെ കൊണ്ടുവരും, എല്ലാം ഞങ്ങൾ തന്നെ തിന്നുക. പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പം ബ്രേക്ക് സമയത്ത് ഒരു ഷീറ്റ് വിരിച്ച് ഞങ്ങൾ തന്നെ കിടന്നുറങ്ങും, എല്ലാവരും കൂടെ നീളത്തിലിങ്ങനെ. അതൊക്കെ ഇപ്പോൾ സങ്കല്പിക്കാവോ? പക്ഷേ പെണ്ണുങ്ങളെ പേടിയാണ്. ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് പെണ്ണുങ്ങളെ കാശടിക്കുമെന്നൊരു തോന്നലുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് അടുക്കത്തിൽ കർട്ടൻ ഇട്ടിരിക്കുക, കൂവും അപ്പുറത്തോട്ട്. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് കർട്ടൻ മാറ്റിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. കൃത്യമായിട്ട് ഞാൻ പറയാം, കൃഷ്ണൻ നായർ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഞാൻ അഭിനയിക്കില്ല, ഞാൻ തിരിച്ചു പോയേനെ. അങ്ങേര് പാടും, അതാർക്കും അറിയാൻ വയ്യ. എനിക്കും ബാസിയേട്ടനും അറിയാം ഇങ്ങനെ പാടുമെന്നുള്ളത്. പട്ടണത്തിൽ വന്നിരിക്കണ പട്ടൊരു സിനിമ, 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് മുട്ടിന് ഗുസ്തി കാണാം, തൊട്ട് തൊട്ട് പെമ്പിള്ളേരുടെ കുളി കാണാം. അങ്ങനെയായിരുന്നു. മോളെ, ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ് കിഡ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ഞാൻ പറയുക, ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പോകാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മയെ അവിടെ നിന്ന് കണ്ണ് കാണിച്ചു. സമ്മതിച്ചേക്കാൻ ഓക്കെ. അങ്ങനെ അതിൽ സമ്മതിച്ചു. ഷൂട്ട് തുടങ്ങി. ഒരു പാട്ടാണ്, അതിലെന്തോ നസീർ സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു പിന്നെ മ്യൂസിയത്തിലാണ്, ഒരു ആനയൊക്കെ കൊണ്ടു നിർത്തി ഇങ്ങനെ. അപ്പം ബാസിയേട്ടൻ ഇങ്ങനെ അതിലിങ്ങനെ കാണിക്കുക, പാട്ടിൽ കൂടെ ഇങ്ങനെ ആനയുടെ അടിയിൽ കൂടെ നടന്ന് കാണിക്കുക. ഞാൻ ചെയ്യാൻ ജന്മം ചെയ്യത്തില്ല. അങ്ങനെ അതിൻ്റെ കൊമ്പേ കയറി പിടിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ഈത്ത വിളി തുടങ്ങിയ ഭയങ്കര ദേഷ്യം. അല്ലെങ്കിൽ തന്നെ ദേഷ്യം. അപ്പം ബിരുദെന്നുള്ള പടത്തിൽ അങ്ങേരോട് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി പുള്ളിയാണ്. അതിൻ്റെ ഒരു ചുരുക്ക് മനസ്സിലുണ്ട്. അപ്പം ഇങ്ങനെ കയറുന്ന കാണിക്കുന്നു. അപ്പം നസ്രാർ പറഞ്ഞു, നസ്രാർ അതിന് പുതിയതല്ലേ, നിങ്ങൾ ഈ കിടന്ന് നിങ്ങൾ കുറേ പടം അഭിനയിച്ചതല്ലേ, ആനയുടെ അവിടെ നിന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്, അത് വിട്ടുകളാണ്. അങ്ങനെ നസ്രാർ വലിയ കോംപ്രമൈസ് ഒക്കെ ചെയ്തു. അങ്ങനെ ആ പടം കഴിഞ്ഞ് ആ പടം നന്നായിട്ട് പോയി. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പടങ്ങൾ വന്നു. കൃഷ്ണൻ സാർ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായില്ലേ? ആ പടം കഴിയുന്നതോടുകൂടി സത്യമായിട്ട് ഞാൻ പറയാം, കൃഷ്ണൻ നായർ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഞാൻ അഭിനയിക്കില്ല, ഞാൻ തിരിച്ചു പോയെനിക്ക്. ഏതൊരു നടനോടൊപ്പമാണോ അഭിനയിക്കില്ലെന്ന് പറഞ്ഞത്, പുച്ഛിച്ച് പറഞ്ഞത്, ആ മനുഷ്യനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ്. എന്ന് മാത്രമല്ല, ശ്രീലത അടൂർ ഫാസി കോംബോ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ, അവരുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാണ് എന്നുള്ളൊരു പൊതു ധാരണ തന്നെ ഉണ്ടായിരുന്നു. സത്യമാണ്. പിന്നെ അതിലൊക്കെ ഇങ്ങനെ ഈ നമ്മളെ മേക്കപ്പ് ഇടാനിരിക്കുമ്പോൾ ഈ ചെറിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ, അന്ന് നമുക്കതൊന്നും ഇത്ര ഇതല്ലല്ലോ. അപ്പം ഇങ്ങനെ മേക്കപ്പ് റൂമിൽ എൻ്റെ ഡ്രസ്സ് ഏതാ, അപ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇത് കിട്ടും. അയ്യോ, ഇതാണ് ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ മറ്റുള്ള പടത്തിൽ അതിന് വേറെ ആരോ അഭിനയിക്കുന്നുണ്ട്, കണ്ടില്ലേ, അവരും ഷോർട്ട്സ് ചെയ്ത് അതിനെക്കാട്ടി ചെറുതാണ്. അങ്ങനെ ഒരു മനസ്സിലോടായിരുന്നു ആദ്യം ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട്. നമ്മളൊരു നാട്ടിൻപുറത്ത് ജനിച്ചതല്ലേ, നമുക്കിതൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തോ പോലെ. അങ്ങനെയൊക്കെ അങ്ങ് അഭിനയിച്ചങ്ങ് പോയി. പിന്നെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ കൂടെ ഒരു 10-12 പടം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു എന്നോട് പറഞ്ഞ്, എൻ്റെ കൂടെ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പോൾ എല്ലാ പടവും എൻ്റെ കൂടെ തന്നെ. പറയാ, പ്രേം നസീറിൻ്റെ നായിയാൻ വന്നതല്ലേ. അല്ല, സാധാരണഗതിയിലേ അടൂർ ഫാസിയേട്ടനെ പറ്റി ഗംഭീര കലാകാരനാണ്, അസാമാന്യ പ്രതിഭയാണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച അഭിനേത്രികളെല്ലാം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പലപ്പോഴും നല്ലതല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മോശാനുഭവം ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതായത് അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ പിശുക്കനാണ്, ഭയങ്കര പിശുക്കന, ഒറ്റ നയ പൈസ ചിലവാക്കത്തില്ല. അപ്പം പുള്ളിക്ക് കമ്പയർ ചെയ്യുന്ന ആരുമായിട്ട് പ്രേം നസീറുമായിട്ടാണ്. ഒത്തിരി പടങ്ങൾ പ്രേം നസീർ മാത്രം അഭിനയിച്ച സിനിമ അങ്ങ് ഓടും, നമ്മളെപ്പോലുള്ളവരോ വേണ്ടേ, പിന്നെ അങ്ങേര് മാത്രം എന്തോ എന്നൊക്കെ അങ്ങനെയാണ്. അപ്പം പ്രേം നസീറിൻ്റെ അതേ ഇതിൽ തന്നെ അങ്ങേർക്ക് നിൽക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ ഒത്തിരി നായികമാരുണ്ട്, അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നു. എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു നായികയായി ഇല്ല. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തൊടുക, ഇങ്ങനെ കാണിക്കുക, ചേഷ്ടകൾ കാണിക്കുക, എന്ന് വെച്ചാൽ മറ്റേ കാണിക്കുക, കണ്ടില്ലേ എനിക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് അങ്ങേരുടെ. പക്ഷേ പെണ്ണുങ്ങളെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇതൊരിക്കൽ കവിർ പൊന്നമ്മ ചേച്ചി എഴുതിയിരുന്നു. പേടിയാന്ന് വെച്ചാൽ അങ്ങേര് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അതുകൊണ്ടല്ലേ കല്യാണം കഴിക്കാത്തത്. ഈ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട്, നമുക്ക് പരിചയമില്ലാത്ത ഒരുത്തിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ചിലവിന് അവർക്ക് കൊടുക്കണം, അതാണ്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരിക്കലും, ഞാനും
പിന്നെ പൊന്നമ്മ ചേച്ചി ആരും എന്താ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ച് നിങ്ങളുണ്ടാവുമായിരുന്നോ, നിങ്ങളുടെ അച്ഛൻ ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് പെണ്ണുങ്ങളെ കാശടിക്കുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതുകൊണ്ട് അടുക്കത്തില്ല. പിന്നെ ഇതെൻ്റെ ആളാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കണം. ഒരു പേപ്പറോ ആരെങ്കിലും വരുന്നു, മാഗസിൻ എന്തെങ്കിലും ഇൻ്റർവ്യൂ വരുമ്പോൾ അവരുടെ മുമ്പിലൊക്കെ ഇതൊക്കെ കാണിക്കും. അപ്പം നമ്മുടെ സ്വന്തം ആളാണ്. അപ്പം അവർ വിചാരിക്കത്തില്ല ശരിയാണല്ലോ. കാരണം ഒന്നാമത് ഈ രാവിലെ 7 to 1 ഒരു സ്ഥലത്ത് അവിടെയൊക്കെ ഞാനിങ്ങനെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ഗോസിപ്പുകൾ. ആ എന്തോ ചെയ്യാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ പേപ്പറിലൊക്കെ വരുമ്പോൾ നസീർ സാറ് പറഞ്ഞു, നിങ്ങളെന്തിനാ വിഷമിക്കുന്നേ, നിങ്ങൾ പ്രസിദ്ധയായി കഴിഞ്ഞു, നിങ്ങൾ പ്രസിദ്ധയായതുകൊണ്ടല്ലേ നിങ്ങളെ പറ്റി ഇങ്ങനെ ഗോസിപ്പുകൾ വരുന്നേ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ നാരായണിയെ കുറിച്ചാണോ എഴുതുന്നേ, ആരെങ്കിലും വായിക്കുമെന്നൊക്കെ പറയും. ആ ശരി, നമ്മുടെ പ്രസിദ്ധയായിട്ട്. അല്ല ഈ അന്ന് പ്രണയകോളങ്ങളില് അടൂർ ഫാസി ശ്രീലത നമ്പൂതിരി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രണയം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഇല്ലില്ല. എൻ്റെ ഒരു പ്രായം ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കൊരു 10-18 വയസ്സ്, അങ്ങേർക്കൊരു 40. എന്തൊന്ന് പ്രണയം ഇതെന്ന്. അല്ല വേറെ സംഭവം കേട്ടോ, വേറെ വല്ലവരുമൊക്കെ വേറെ സങ്കല്പത്തിൽ കൂടെ വരുന്നുണ്ടായിരിക്കും. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല. എനിക്ക് പ്രണയിക്കാനേ പറ്റില്ല. എനിക്ക് ഒന്നാമത് ഇങ്ങനെ മേത്തൊക്കെ തൊട്ട് എനിക്ക് തന്നെ നമുക്കൊരു ഇത്, പിന്നെ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ അമ്മ അവിടെ നിന്ന് കണ്ടു കാണിക്കും. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. അപ്പോൾ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെയൊക്കെ കാണിക്കുക. പിന്നെ വേറൊരു അങ്ങനെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ കൂടെ അഭിനയിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യും. അതായത് ഒരു സീനിൽ അത് നന്നാവണമെങ്കിൽ നമുക്ക് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കി തരും. ഡയലോഗ് ഞാൻ അഭിനയിച്ച 90% സിനിമയിലും കോമഡി എഴുതിയിരിക്കുന്ന അങ്ങേരാണ്. അതെ, കാരണം എഴുതി വെച്ചിരിക്കുന്ന അന്നത്തെ വലിയ വലിയ ആൾക്കാരുടെ എഴുത്തുകാരുടെയൊക്കെ അതിൽ കോമഡി ഇല്ല. കോമഡിക്കെന്ന് പറഞ്ഞൊരു ട്രാക്ക് ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പം ചിരിക്കണ്ടേ. എന്നോട് പറയും എപ്പോഴും, നമ്മൾ ചിരിച്ചില്ല, പക്ഷേ പൊതുജനം നമ്മൾ പറയുന്നത് കേട്ട് ചിരിക്കണം. അതാണ്. അപ്പോൾ എഴുതി നല്ല അസലായിട്ട് കോമഡി എഴുതും. ഇപ്പം നമ്മൾ ഒരു പ്രൊഡ്യൂസർ ചോദിക്കും ആരൊക്കെ ഉണ്ട് ഇതിൽ, മീന ചേച്ചിയുണ്ട്, ഞാനുണ്ട്, അപ്പോൾ ഇവരെയൊക്കെ വെച്ച് മീന ചേച്ചി അവരുടെ ചേച്ചിയാക്കാം, ഒരു അനിയത്തിയാക്കാം, രണ്ടുപേരെ അങ്ങ് പ്രേമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സെറ്റപ്പ് അങ്ങേര്. അപ്പോൾ കൂടെ അഭിനയിക്കുന്നവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കാരണം പുള്ളി പറയാറുണ്ട്, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരോട് കൂടെ നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ സീൻ നന്നാവുന്നില്ല. 3 സിനിമകൾ പറ്റ സംവിധാനം ചെയ്തു. പിന്നെ ആചാരം, മമ്മണി, ഓശാനം, മോമന, പിന്നെ അത് രഘുവംശം അല്ലേ, അങ്ങനെ ആ സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു. 3 സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ എന്താ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഈ കോമഡിയിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇവിടെ മത്സരിക്കാൻ ആരും വരത്തില്ല. കാരണം വരുന്നവരെല്ലാം നായികമാരാവാൻ നോക്കുക. നിങ്ങളും അങ്ങനെ ആയിരുന്നല്ലോ. സത്യം അത്. അപ്പോൾ ഇതൊരു ഗ്യാപ്പാണ്. ഇവിടെ ആരും മത്സരിക്കാൻ വരത്തില്ല. പിന്നെ അദ്ദേഹം ഒരു സ്വാർത്ഥത എന്ന് വെച്ചാൽ, ഇപ്പം ഒരു പിന്നെ പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു കഥയും ഇതൊക്കെ ആകുമ്പം നസീർ സാറും ഇതൊക്കെ ഇരുന്ന് തീരുമാനിക്കും ആരൊക്കെ വേണം എന്നൊക്കെ. അപ്പം വേറൊരു കഥാപാത്രം വന്നാൽ ഇങ്ങനെ സമ്മതിക്കത്തില്ല. ഇല്ല വേണ്ട, അത് അവർ തന്നെ മതി, അത് തന്നെ മതി. അങ്ങനെയാണ് ഒരു 100-150 സിനിമയിൽ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ട്. നമുക്കൊരു നല്ല വേഷമേ കിട്ടുന്നത്. അതങ്ങനെ സ്വാർത്ഥതയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഒരുപാട് കടപ്പാടുണ്ട് ജീവിതത്തിൽ. കാരണം ഈ കരുവറ്റ പോലെ ഒരു ഗ്രാമത്തിൽ അത് ജനിച്ച് വളർന്ന് എന്നെ ഒരു ശ്രീലത നമ്പൂതിരി എന്നുള്ള അതെ എല്ലാവർക്കും അറിയാമല്ലോ. അല്ല ഒരു പക്ഷേ അന്ന് നസീർ സാറിനോടൊപ്പം അഭിനയിക്കണമെന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ നൗസാറിനോടൊപ്പം അഭിനയിക്കണം, അതൊക്കെ പോയില്ലേ? എന്നാലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഇവരോട്ട് അഭിനയിക്കണം? സാറിനോട് പറഞ്ഞിട്ടുണ്ടോ നസീർ സാറിനോട്? നസീർ സാറിൻ്റെ കൂടെ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നായികയായിരുന്നു, ഒന്ന് അതിൽ ഡബിൾ റോൾ അങ്ങേര്, ഒന്ന് വിധുവാലി, ഒന്ന് ഞാനുമായിരുന്നു. അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കോമ്പിനേഷനിലും അങ്ങേര് ഉണ്ടല്ലോ. അതെ, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അടൂർ ഫാസി പിന്നെ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അന്ന് പ്രേം നസീർ അടൂർ ഫാസി ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അതായത് അവരുടെ സിനിമകളിൽ ചേച്ചി ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് നസീർ സാറിന്റെ സിനിമകളിലാണ് നോക്കിയത്. നസീർ സാർ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ ചേച്ചിയെ സംബന്ധിച്ചുള്ള എങ്ങനെയുള്ളതാണ്? ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല മനുഷ്യത്വപരമായ ഒരു സ്വഭാവം ഉള്ള അങ്ങേര് ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ഞാനെപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു വിഗ് കൊണ്ടുവന്ന് അങ്ങേര് തലയെ കൊണ്ട് വയ്ക്കും. സാറേ അതൊന്നുകൂടെ ചെയ്യും, അത് മതി സാറേ, ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് വയ്ക്കാൻ അത് മതി. അതൊരു ഷർട്ടുകൾ
നല്ല റിച്ചായിട്ടുള്ള ചില പടങ്ങളിൽ അങ്ങനെയുള്ള വരുമ്പോൾ സാറേ കുറച്ചുകൂടെ നല്ല ഷർട്ടൊക്കെ അത് മതി, എന്തിന് പ്രൊഡ്യൂസറെ നമ്മൾ വെറുതെ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ ഈ മരിക്കുന്നവർ തല നിറച്ച് മുടിയുള്ള ഒരാൾ, വെറുതെ ഒരു ബാച്ചൊന്നും വെച്ച് നടക്കേണ്ട കാര്യമില്ല, എന്തോരം മുടിയത്. അതല്ലേ ആ. ഏറ്റവും കൂടുതൽ വിഗ് കിട്ടുന്നത് അതേമായിരിക്കണം. അതെ, അതൊരു ചേഞ്ചിന് വേണ്ടി. പക്ഷെ എന്തൊരു മുടിയെന്നറിയാം, എന്തൊരു ഷേപ്പാണ്. പിന്നെ ഏത് വേഷം അഭിനയിക്കാൻ വയ്യാത്ത, കൃഷ്ണനായിട്ടോ രാമനായിട്ടോ CID ആയിട്ടോ എല്ലാ വേഷവും അങ്ങർക്ക് ഇണങ്ങുന്നതാണ്. ഞാൻ കാണുന്ന പോലെ ആ ശരീരം ഇങ്ങനെയല്ല. അദ്ദേഹം ഒരു ഡ്രിങ്ക്സ് കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. ഞങ്ങൾ അന്നൊരു കാരവനില്ലല്ലോ. നമ്മൾ ഈ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പുറത്തിരിക്കും എല്ലാവരും കസേരയായിട്ട്. അപ്പോൾ വൈകുന്നേരമായി അങ്ങനെ വീട്ടിൽ നിന്ന് കൊഴുക്കട്ടയൊക്കെ കൊണ്ടുവരും, എല്ലാം ഞങ്ങൾ തന്നെ തിന്നുക. പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പം ബ്രേക്ക് സമയത്ത് ഒരു ഷീറ്റ് വിരിച്ച് ഞങ്ങൾ തന്നെ കിടന്നുറങ്ങും, എല്ലാവരും കൂടെ നീളത്തിലിങ്ങനെ. അതൊക്കെ ഇപ്പോൾ സങ്കല്പിക്കാവോ? അന്ന് കാശില്ലായിരുന്നു. അതെ, കാശ് വളരെ കുറവായിരുന്നു. പക്ഷേ സ്നേഹബന്ധം അത് നല്ലോണം ഉണ്ടായിരുന്നു. മറ്റുള്ള സഹായിക്കാനൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ആരെ സഹായിച്ചാലും അങ്ങനെ ആരോടും പറയാറില്ല. ഉദാഹരണം ഞാൻ പറയും, ഇപ്പം ഞാനൊരു മദ്രാസിലൊരു വീട് വെച്ചു, അതെല്ലാണ്ട് ഒരു ആഗ്രഹമാണ്. നമുക്ക് കിട്ടുന്ന കിളിക്കൂട് കിട്ടുന്ന പോലെ കുറച്ച് കാശ് കിട്ടി നമ്മളിങ്ങനെ വെച്ചു, കുറച്ച് കടമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എന്നോട് നസീർ സാർ ചോദിച്ചു, അല്ല മദ്രാസിലൊരു വീടൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗൃഹപ്രവേശം കാണാൻ ഞങ്ങൾക്ക് വല്ലതൊക്കെ തരത്തില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇപ്പം തന്നെ ആ കടവാണ് സാർ, ഇനിയിപ്പോൾ ഒരു ഗൃഹപ്രവേശം. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാം കൂടെ ഒരു 10-40 പേരൊക്കെ അല്ലേ ഉള്ളൂ, ആ ഫുഡോ പരിപാടിയൊക്കെ അറേഞ്ച് അത് ഞാൻ ശരിയാക്കിക്കോളാം, നിങ്ങൾ പോയി. അങ്ങനെ ആരും പറയും അല്ലേ? അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു സംഭവം. സാറായിരുന്നു ഫുഡിൻ്റെ എല്ലാ കാര്യവും. വീട് സാലിഗ്രാമിൽ. എല്ലാവരും വന്നു, എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും അന്ന് വാസിയിട്ടുണ്ടായിരുന്നു, ഭാരതി, മീന ചേച്ചി, കവിയൂർ പൊന്നമ്മ, എല്ലാവരും, മല്ലിക, എല്ലാവരും ഉണ്ടായിരുന്നു. ആ വീട് പിന്നെ കൊടുത്തു. പിന്നെ കൊടുത്തു. 2 വർഷം താമസിച്ചുള്ളൂ ആ വീട് കൊടുത്തു. എന്ത് പറ്റി? അതന്നല്ല, കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ മദ്രാസിനോട്ട് ഒരു വിട പറയലായി. അങ്ങനെ കൊടുത്ത ഈ ചിലപ്പോൾ ഈ വീടുണ്ടാക്കി തിരിച്ചു വരണമെന്ന് എനിക്ക് തോന്നിയാലും. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ആ വീടിനൊക്കെ ഇന്ന് കോടിക്കണക്കിനായിരുന്നു. വെറും തുച്ഛമായ സ്ക്വയർ ഫീറ്റ് മാറിപ്പോയി. ഉണ്ട്, ഞാൻ പോയിട്ട് എൻ്റെ സ്ഥലമേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത്ര അവിടൊക്കെ എന്തൊക്കെ ആയിപ്പോയി. അതാണ് നസീർ സാറുമായിട്ടുള്ള ഓർമ്മകൾ അല്ലേ? നസീർ സാറുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ. നസീർ സാറ് പിന്നെ അന്ന് ഞാനിങ്ങനെ പാട്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെയൊക്കെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഞങ്ങൾക്ക് ബാംഗ്ലൂരോ അവിടെയൊക്കെ ഷൂട്ടിംഗ് ആകുമ്പോൾ എനിക്ക് കച്ചേരികളുണ്ട്. 75-ലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അത് തെക്കുറിശ്ശേട്ടനായിരുന്നു. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. അപ്പം ഞങ്ങൾ ഈ ബാംഗ്ലൂരൊക്കെ ഷൂട്ടിങ് പോയി കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം ഷൂട്ടില്ല. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിന്നെ ബാസിയേട്ടനും നസീർ സാറ് കൗണ്ടർ പാടിക്കും പറഞ്ഞ് എവിടെങ്കിലും ഒരു തീപ്പെട്ടിയോ ഒരു ചെറിയ എന്തെങ്കിലും ബുക്കോ നേരെ താളം പഠിക്കും. എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അസലായിട്ട് താളം പഠിക്കും. പിന്നെ അങ്ങേര് പാടും, ആർക്കും അറിയാൻ വയ്യ, എനിക്കും ബാസിയേട്ടനും അറിയാം അങ്ങേര് പാടുമെന്നുള്ളത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അങ്ങേരെ അഭിനയിക്കുന്ന ഈ പാട്ടുകളെല്ലാം നോക്കിക്ക് അങ്ങേരല്ലെന്ന് പറയത്തില്ല. ലിപ്പെല്ലാം കറക്റ്റ്, സ്വരമൊക്കെ എന്ത് ഇതായിട്ട് പാടുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറ് പാടുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ പാടത്തില്ല. അല്ല, ഞങ്ങൾക്ക് കേൾക്കണം. അങ്ങനെ ഞങ്ങളുടെ ഒരു 2 വരി ഇങ്ങനെ ഞങ്ങളെ പാടിക്കൊഴിഞ്ഞ് പാടും. ഏത് പാട്ടായിരുന്നു? പാടാത്ത വീണയും പാടും, അസലായിട്ട് പാടും. അതൊക്കെ ഈ ഒരു മനുഷ്യരോടും ദേഷ്യപ്പെട്ടു ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എന്ത് ഫുഡും, ഇപ്പം ചെന്നൈയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈര് സാധമൊക്കെയാണ്. അപ്പം അദ്ദേഹം ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേർക്ക് എന്ത് വേണേലും പറയാം. അങ്ങേർക്ക് ഒരു പൊട്ടളം കൊണ്ട് കൊടുക്കുന്നു, നന്നായിരിക്കുന്നു. അപ്പം ഉമ്മറുണ്ടേ പറയും, ഈ മനുഷ്യനാണ് ഈ നശിപ്പിക്കുന്നത്, ഇതെന്തോ ഇത്. ഒരു പ്രൊഡ്യൂസറെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, ഓരോ പ്രൊഡ്യൂസേഴ്സിനെയും ഒരുപാട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഞാൻ കുന്നംകുളത്തായിരുന്നു. ഭയങ്കര ഷോക്കായിരുന്നു. അതും 60 വയസ്സ് പറ്റുള്ളൂ. അതെ, അത്ര പെട്ടെന്ന് അങ്ങേർക്ക് എന്തോ ഒരു ചെറിയ പനിയോ
അങ്ങനെ വന്നു. അതാ പറഞ്ഞത്, എത്രയൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഈ രാഷ്ട്രീയത്തിലൊക്കെ വലിച്ചഴിച്ച് അങ്ങനെ ഒരു ഇതാക്കി കളഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങനെ നോ പറയാൻ വയ്യ. അപ്പോൾ പുള്ളി എല്ലായിടത്തും പോകും. ഇപ്പോൾ നസീർ സാറിനുണ്ടായിരുന്ന പോലെ തന്നെ അല്ല അന്നത്തെ ഒരു നായികമാരോടല്ല, ശാരദാമ്മയായാലും ഷീലാമ്മയായാലും KR വിജയ, അതുപോലെ ഉഷ, പിന്നെ ഇവര് നമ്മുടെ ജയഭാരതി, ഇവരുമായിട്ടൊക്കെ ഉള്ള സൗഹൃദം ഇന്നും ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ ഷീലാമ്മയാണ് കൂടുതൽ വിളിക്കാറുള്ളത്. പിന്നെ ജയഭാരതി ഒന്നും അധികം ഇങ്ങോട്ട് വരാറില്ല. ഷീലാമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ ഇവിടെ കേരളത്തോട്ട് വരുന്നതും ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതൊക്കെ. ജയഭാരതിയൊക്കെ വിളിച്ചാൽ ജയഭാരതി ഭയങ്കര മടിയാണ്, വരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ശരീരമൊക്കെ കുറച്ച് വണ്ണം വെച്ചുകൊണ്ടായിരിക്കും. KR വിജയ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ KR വിജയ് വരാറുണ്ട്, കാണാറുണ്ട്. അത് ഞാൻ അവരുമായിട്ട് അഭിനയിക്കുന്ന അയോധ്യ എന്നൊരു സിനിമ, അന്ന് അവർ ഈ ദൈവങ്ങളുടെ ദേവിയൊക്കെ ഇട്ട് വേഷമൊക്കെ ഇട്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാനൊരു വില്ലത്തിയാണ്, അവരെ നാത്തൂനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവരെനിക്കൊരു ഗ്ലാസ്സിൽ ഞാൻ പറയും, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോവാ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അവരോട് പറയാൻ എനിക്കൊരു ഭയങ്കര ഒരു മടി. കാരണം അവരുടെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം വരത്തില്ല. പോയി എടുത്തോണ്ട് പോവാ. അപ്പം അവർ പറയും എന്താ ഇങ്ങനെ പച്ചവെള്ളം വേണമെന്ന് പറയും, പച്ചവെള്ളം കൊണ്ടുവരാൻ പറയും. ഇങ്ങനെയാണ് അവർ സംസാരിക്കുക. അത്ര ഇങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചും കൂടെ അടുപ്പമുള്ളത് ഷീലാമ്മയായിട്ടാണ്. ഷീലാമ്മയുടെ ശബ്ദമൊക്കെ നന്നായിട്ട് അനുകരിക്കുമായിരുന്നു. ഒരുപാട് സിനിമ നമ്മൾ ഉദയായിലൊക്കെ ഷീലാമ്മയുടെ കൂടെ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് അനുകരിക്കും ഷീലാമ്മയുടെ അല്ലേ? അതെ അതെ അതെ. അത് ഷീലാമ്മയ്ക്ക് അറിയാമോ? ഷീലാമ്മയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ അബുദാബിയിൽ ഒരു ഫംഗ്ഷന് ഞാൻ അപ്പം ഒരാൾ പറഞ്ഞു ഷീലാമ്മയാണ്. അപ്പം ഞാൻ ഷീലാമ്മയുടെ പെർമിഷൻ ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റേജ് ഷോയ്ക്ക് പോയതാണ്. അതെ അതെ, ഒരു 10 വർഷമായി. പിന്നെ മധു സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പപ്പു ചേട്ടൻ, ഇത് പപ്പു പിന്നെ ജയശ്രീമാരൊക്കെ ആയിരുന്നു. ഫാസി ചേട്ടന് ശേഷം കൂടുതൽ കോമ്പറ്റീഷൻ. അതെ അതെ അതെ, ഫാസിനുള്ളപ്പോഴേ പപ്പുവിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കും. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കും, എങ്ങനെയായിരുന്നു പപ്പുവൊക്കെ സീൻ എഴുതി തന്നോ, നിങ്ങൾക്ക് നല്ല പ്രോമിനൻസ് ഉള്ള പോലെ സീനൊക്കെ എഴുതുന്നതാ ചോദ്യം. എങ്ങനെ ഉണ്ടായിരുന്നു? മാളയോട് അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എഴുതുന്ന പോലെ സീനൊക്കെ എഴുതി തന്നോ? പിന്നെ ജഗതിയുടെ കൂടെ ഒരു 5-6 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഗായികയാവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ ഒരാളുടെ അടുത്ത് പോയിട്ട് ശിക്ഷണം സ്വീകരിക്കുന്നത് അല്ലേ? സിനിമയിൽ പാടണമെന്ന് കിട്ടട്ടെ അത്രേ ഉള്ളായിരുന്നു. അപ്പോഴും എനിക്ക് ആദ്യത്തെ സിനിമ സലീൽ ചൗധരിയുടെ മ്യൂസിക്കിലാണ് പാടിയത്. ഏത് പടമായിരുന്നത്? 7 രാത്രി. അതായത് അതിലൊരു പ്രിൻസ് എന്ന് പറയുന്ന കോഴിക്കോട് ശാന്താദേവിയുടെ മോന് വേണ്ടിയിട്ട് 4 വരി. ഏത് പാട്ട് ഓർമ്മയുണ്ടോ? കാക്കക്കറമ്പികളെ. അതിൽ ഒരു 4 പേര് പാടുന്നു. ഞാൻ, യേശുദാസ്, സിയോ ആൻറ്റോ, മറ്റേ ലതാ രാജു, അവരൊക്കെ ഓരോരുത്തർക്ക് വേണ്ടി പാടുന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി എന്നെ എങ്ങനെ വിളിച്ചോന്ന് എനിക്കറിയാം. കാര്യാട്ട് സാർ എന്നെ വിളിച്ചിട്ട് ഞാൻ പാടുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും. ഇതൊരു കുട്ടിയുടെ ഒരു 4 വരി പാടണം. മ്യൂസിക് ഡയറക്ടർ സലീൽ ചൗധരി. അപ്പോഴേ എനിക്ക് കാറ്റ് പോയി. കാരണം എൻ്റെ ദൈവമേ, സലീൽ ചൗധരിയോ? അങ്ങനെ ഞാൻ ആ പാട്ട് പാടാൻ പോയി ദാസേട്ടനോടൊക്കെ. ആദ്യമായിട്ടല്ലേ, നമുക്ക് ആകെ വെപ്രാളോ. ദാസേട്ടൻ പറഞ്ഞ ഒന്നും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അന്ന് എല്ലാവരും നിന്ന് ഇങ്ങനെ ഒന്നിച്ച് അതെ. അപ്പം അതിലും തന്നെ പട്ടണത്തിൽ വന്നിരിക്കണ പട്ടൊരു സിനിമ, 8-10 പാട്ട് കേൾക്കാം, മുട്ടിന് ഗുസ്തി കാണാം, തൊട്ട് പെമ്പിള്ളേരുടെ കുളി കാണാം അങ്ങനെയായിരുന്നു. ഒരു 4 വരി. പക്ഷെ അതൊരു വലിയ ഭാഗ്യമല്ലേ, ഏറ്റവും വലിയ. അത് ഭയങ്കര PV ശ്രീനിവാസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗുരുത്വം അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചിലമ്പൊലി അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാഗ്രഹം, അദ്ദേഹം ഒരു നല്ലൊരു ക്ലാസിക്കൽ ടച്ച്. അതെ, അതിൽ ഞാനന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് വായിച്ചത് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. പ്രിയ മാനസ നീ വാ, ആ പാട്ടാണ്. അപ്പോൾ അതിന് ഞാൻ പാട്ട് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ അമ്മയുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതൊരു എന്തായാലും ബ്ലഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചത് ആരെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തണ്ടേ. അപ്പോൾ ഞാനിതിന് അസീർ സാറിൻ്റെ ബാസിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വിജയ ഗാർഡനിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവൻ്റെ ഇപ്പുറത്തായിട്ടൊരു റെക്കോർഡിംഗ് തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഷൂട്ട് നടക്കുമ്പം അവിടെ പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഇവർ രണ്ടുപേരോട് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി. ഇങ്ങനെ കുമാരി തങ്കത്തിൻ്റേതാണ്, എൻ്റെ പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പാട്ട് കേൾക്കാം വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 7 പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ നാളെ കേൾക്കാം മറ്റേന്നൊക്കെ ഞാൻ എന്തായാലും വാശി ചെയ്ത് കേൾപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ എന്നോട് ശരി നീ പാടാം, നിനക്ക് ഇത് പാട്ട് പാടി. നേര് പറഞ്ഞു നിനക്ക് സിനിമയിൽ പാടണോ അതോ കച്ചേരി ചെയ്യണം? സിനിമയിൽ പാടണമെങ്കിൽ നീ പാട്ട് പഠിക്കണ്ട, കച്ചേരിക്കാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഇദ്ദേഹം രാവിലെ ഒരു 10 മണിക്ക് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ അവിടെ കാറ് പാട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ മോരുമൊക്കെ ഒഴിച്ച് കൊണ്ടാക്കട്ട മുളകൊക്കെ ഇങ്ങനെ ഇത്. അപ്പോൾ എന്നോട് ഞാൻ ഇവിടെ ഇരിക്കുക, എടാന്നാ വിളിക്കുക, ഡാ നിനക്ക് വേണോ? ഇല്ല വേണ്ട സ്വാമി. അപ്പം അങ്ങനെ സ്വാമി ഒരു 10 മണിക്ക് കൊണ്ടുവന്നാൽ വൈകുന്നേരം 5 മണി വരെ പഠിപ്പിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്തെന്നാൽ അപ്പം എന്ന് പറയും നീ ഉണ്ടച്ചു വാ നമുക്ക് പഠിക്കാമെന്ന്. അങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നെ പഠിപ്പിച്ചു. ആദ്യം 2-3 കീർത്തനങ്ങളൊക്കെ പിന്നെ വർണ്ണങ്ങൾ പഠിപ്പിച്ചു. പിന്നെ കീർത്തനത്തിലോട്ട് കയറിക്കഴിഞ്ഞ് സ്വാമി ഒരു രാഗമൊക്കെ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ നീ പാടിക്കൂ. അപ്പം ഞാൻ പറയും സ്വാമി എനിക്കൊരു പിടിയിൽ നീ പാടിക്കോ, 10 വരെ ഉണ്ട്, മഷിയിട്ട് നോക്കിയാൽ എന്നെ കിട്ടത്തില്ല പിന്നെ പാടിയില്ലെങ്കിൽ. അപ്പം അമ്മ വന്നുകൊണ്ട് കൈ കാണിക്കും, പാടിക്കോളാം, തെറ്റായാലും പാടിക്കോളാം. ഞാനെന്തെങ്കിലും എടാ നിനക്കറിയാമെന്ന് എനിക്കറിയാം. അത് ഭയങ്കര സ്നേഹമായിരുന്നു. എടാന്നേ വിളിക്കത്തുള്ളൂ. സ്വാമിയുടെ തന്നെ ഒരു 3-4 പാട്ട് സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അരക്കള്ളൻ മുക്കാക്കള്ളൻ, അതാണ് ഞാൻ ശ്രീവിദ്യക്ക് വേണ്ടി പാടിയത്. കാത്തില്ല പോത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല, അതാണ്. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല. ശ്രീവിദ്യക്കാണ് പാടിയത്. അതൊരു ഭാഗ്യമായിരുന്നു. കാരണം എന്നെ കാട്ടി വലിയ പാട്ടുകാരിയാ ശ്രീവിദ്യ. അവർക്ക് വേണ്ടി എനിക്കൊരു പാട്ട് പാടാൻ അതൊരു ഭാഗ്യമല്ലേ. അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടി ഞാനിങ്ങനെ കണ്ടോണ്ടിരുന്നപ്പം എൻ്റെ പാട്ട് ആ കുട്ടി പാടുന്നു. അപ്പോൾ MG ശ്രീകുമാർ പറയുന്നുണ്ട് ഇത് ശ്രീലത നമ്പൂരി അവർ പാടിയതാണ്, അതിന് 100 മാർക്ക് കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോമഡി സെക്ഷൻ. അതിൽ ഈ ക്ലാസിക്കൽ ടച്ചുള്ള കോമഡിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെയാണ്, തമ്പി സാർ എഴുതിയൊരു പാട്ടാണ്, ഞാൻ തന്നെ അഭിനയിക്കുന്നതാണ്. അറിയാമോ നിങ്ങൾക്കറിയാമോ 17 പടി കടന്നാൽ പ്രണയപ്പനി പിടിച്ച പിള്ളേർ കാട്ടിക്കൂട്ടും കുണ്ടാവണ്ടികൾ അറിയാമോ. അന്ന് എന്നോട് ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു സിനിമയുടെ പാട്ട് 7 പാട്ടോ 5 പാട്ടോ ആണെങ്കിൽ 1 മാസം എടുക്കുന്നു ഈ പാട്ട്. അതായത് ട്യൂണിട്ട് പ്രൊഡ്യൂസറെ കേൾപ്പിച്ചു മാറ്റിക്കും. ഒരു 5-6 ട്യൂണാണ് ഓരോ പാട്ടിനും. അങ്ങനെ ചെയ്ത പാട്ടാണ് ഇന്നും, കാച്ചി കുറുക്കി ഉണ്ടാക്കിയ പാട്ടാണ് ഇന്നും റിയാലിറ്റി ഷോയിൽ ഈ പിള്ളേർ പാടുന്നത്. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാവണം ഒരുപാട് കച്ചേരികൾ. 75-ലെ ആദ്യത്തെ കച്ചേരി ഈ പറഞ്ഞ 75-ല് ആദ്യത്തെ കച്ചേരി നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രം, അതെ, അരിപ്പാട് അവിടെ വെച്ചായിരുന്നു. അതെ, തിക്കൃഷിയന്മാരുണ്ടായിരുന്നു. തിക്കൃഷിയായിരുന്നു ഉദ്ഘാടനം. അതിനുശേഷം ഏറ്റുമാനൂര്, വൈക്കം, തിരുനക്കര, ഒരുപാട് കച്ചേരികൾ. ഇപ്പോഴും ആ യാത്ര, സംഗീത യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാനും ബാസിയേട്ടനും കൂടെ ദുബായിൽ പോയിരുന്നൊരു ചെറിയ ഫംഗ്ഷൻ. അപ്പം അവിടെ പുള്ളി ഒരു സ്ത്രീധനത്തിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് ഒരു കഥാപ്രസംഗം പോലെ ചെയ്തു. അപ്പം ഒരു ബോംബെയിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയ 1 മണിക്കൂർ കച്ചേരി ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വിളിച്ചു, ഇത് കേൾക്കണം. പക്ഷേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ പോസ്റ്റർ ഒട്ടിച്ചു, അടൂർ ഭാസി കഥാപ്രസംഗം പറയുന്നു. അപ്പോൾ ഇത് നമ്മളറിയുന്നില്ല. അപ്പോൾ എൻ്റെ ഓർക്കസ്ട്രയൊക്കെ പോയി. അപ്പം ഭാസിയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ കഥാപ്രസംഗം കൊണ്ടെന്ന് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇയാൾ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞതല്ല, എന്നെ ഒരു ഉദ്ഘാടനത്തിലല്ലേ വിളിച്ചത്. പിന്നെ എന്നോട് ചോദിക്കാതെ കഥാപ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് സംഭവം? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ഭാസിയേട്ടാ വന്നേ പറ്റൂ, ഓർക്കസ്ട്രയൊക്കെ പോയി, ഇനി നമ്മൾ രണ്ടുപേരും പോയാൽ മതി അങ്ങോട്ട്. അങ്ങനെ കാല് പിടിച്ച് എൻ്റെ ഒരു ഇതുകൊണ്ട് അങ്ങേര് വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങോട്ട്. അപ്പം എൻ്റെ ഒരു മണിക്കൂർ കച്ചേരി അതൊക്കെ കഴിഞ്ഞു. അടുത്ത അടൂർ ഭാസി കഥാപ്രസംഗമല്ലേ, കാത്തിരിക്കില്ല ഇങ്ങർക്കൊല്ല. അപ്പം പുള്ളി ഏതാണ്ട് സ്ത്രീധനത്തെ കുറിച്ച് അങ്ങനെ എന്നൊക്കെ, അത് അംഗഭസ്മ കൂറിയിട്ട് നമ്പൂരാട്ടി നിൻ്റെ പനീർ കുടന്ന് ഉടയ്ക്കും എന്നൊക്കെ ആണ്ടൊക്കെ. അപ്പം പുള്ളിയുടെ ഫ്രണ്ട് വന്നിട്ട് ആൾക്കാർ ഷൺമുഖാനന്ദ ആളെങ്ങ് നിറഞ്ഞില്ലേ.
പുള്ളിക്ക് ധൈര്യം കൊടുക്കാനായിട്ട് എന്തോ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കൊടുത്തോണ്ടിരിക്കുക. പുള്ളി ഇങ്ങനെ അപ്പം വന്ന് കർട്ടൻ ഇട്ടിരിക്കുക, കൂവും അപ്പുറത്തു നിന്ന്. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഈ കർട്ടൻ മാറ്റിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അങ്ങനെ ഒരിക്കൽ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒടുക്കം നമ്മളെ ഇതിൽ പോലീസ് വന്നിട്ട് ഉണ്ടായിരുന്നു ഈ ആൾക്കാരെ നിന്ന് കൊണ്ടുപോകാൻ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ഷൂട്ടിങ്ങിനാണ്. അപ്പോൾ ഫ്ലൈറ്റ് കൊച്ചിയിൽ ഇറങ്ങിയപ്പോഴോട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിട്ടേ ഒന്നും പറയണ്ട, ഈ നടന്ന കാര്യം. അല്ല ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു. ചെന്നപ്പോൾ നസീർ സാറ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? നന്നായിരുന്നു, കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നെ നോക്കുന്നു, ഞാൻ പറഞ്ഞാണോ? ഞാൻ അവിടുന്ന് അവിടുന്ന് ഓരോരുത്തർ വിളിച്ചൊക്കെ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു വലിയ ഒരു സംഭവം കേട്ടോ.